ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട് കഴിയാവുന്നത്രയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേവരെ ഞാനൊരു എക്സ്റ്റേണൽ പ്രൊമോഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എൻ്റെ എത്രയോ ലൈക്കുണ്ടോ അത് മുഴുവൻ ഓർഗാനിക്കാണ്. ഞാൻ ഇതേവരെ ഒരു മെറ്റാ ആഡ് പോലും ഇതേവരെ ചെയ്യാത്ത ഒരാളാണ്. അത് നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ നോക്കി അറിയാം. ഇതേവരെ ഒരു ആഡ് ചെയ്തിട്ടില്ല. അതിലുള്ള ലൈക്ക് അങ്ങനെ തന്നെ വന്നത്. അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പം രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ മെറ്റാ ആഡുകൾ ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയുടെ പ്രൊമോഷൻ്റെ ഭാഗമാണ്. ഈ ഗവൺമെൻറ് പ്രോജക്റ്റുകളും രാഷ്ട്രീയ നേതാക്കന്മാരും ക്യാമ്പയിനും ഒക്കെ മെറ്റാ ആഡും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ പല ബൂസ്റ്റിംഗ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അത് തെറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന പോസ്റ്റുകളും എൻ്റെ കണ്ടൻറ്റുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. എക്സ്റ്റേണൽ കണ്ടൻറ്റുകളും എക്സ്റ്റേണൽ പ്രൊമോഷൻസും വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. ആളുകൾക്കിടയിലൂടെ ഇപ്പം ഒരു ജനക്കൂട്ടം പൊതിയുന്നു, ഒരു നേതാവ് ഇങ്ങനെ വെള്ളയിട്ട് നടന്നു വരുന്നു, സ്ലോ മോഷൻ മാസ്സായിട്ട് നടന്നു വരുന്നു, അങ്ങനത്തെ ഒരു റീലോ കണ്ടൻറ്റോ അബിൻ വർക്കിയിൽ നിന്നും കാണാറില്ല. അതെന്താ അങ്ങനെ? അങ്ങനെ ഒരു ജൻസി ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടാലാണ് ഒരു രാഷ്ട്രീയ നേതാവ്. അങ്ങനെ ഇല്ലല്ലോ. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഞാൻ പലപ്പോഴും ഈ ക്യാമ്പസിൽ നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ചേട്ടൻ ഞങ്ങൾ ജീൻസ് ഷർട്ടൊക്കെ ഇടാമെങ്കിൽ പിന്നെ ചേട്ടൻ ഇട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും കളറായിട്ടുള്ള ഷർട്ടുകളും അല്ലെങ്കിൽ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് പൊതുപ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഹിസാന, നീ കണ്ടിട്ടുണ്ടോ അബിൻ ചേട്ടന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലോ FBയിലോ അങ്ങനെ ഒരു കണ്ടന്റ്? ഇല്ല. എന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഫോളോവേഴ്സ് ഉണ്ട്. അത് ഞങ്ങള് കുറച്ച് മുന്നേ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അങ്ങനല്ല, കുറച്ച് മുന്നേ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ടായി. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. 67.5K ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതിന് പറ്റിയൊരു കണ്ടന്റ്, അതായത് ഇപ്പോ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഒരു കണ്ടന്റ് ഉണ്ടാക്കാറില്ല സത്യത്തിൽ. ഫേസ്ബുക്കിന് വേണ്ടിയും കണ്ടന്റ് ഉണ്ടാക്കാറില്ല. കിട്ടുന്ന കണ്ടന്റുകൾ അതിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ഇതുവരെ ഉണ്ടാക്കി. കൂടെയുള്ള ആളുകളൊക്കെ അതിന് വേണ്ടി നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് ഒരു ഉപദേശം ഒന്നും കിട്ടിയിട്ടില്ല, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കാര്യമായി പണിയെടുക്കണം. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ആണ്.